ഇനി അത് കുറച്ച് എപ്പിസോഡ് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ പെട്ടെന്ന് ഇട്ട് കഴിക്കുന്നതായിരിക്കും. അത് മൊത്തം നമ്മൾ പെട്ടെന്ന് ഇട്ട് കഴിക്കാനായിട്ട് നോക്കുന്നതാണ്. അപ്പോൾ ഇതുവരെയും സബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഐ കാർഡ് വരും, ഐ കാർഡ് നിൽക്കിയാൽ നിങ്ങൾക്ക് മുന്നത്തെ വീഡിയോ കാണാവുന്നതാണ്. നമ്മൾ വീഡിയോ കാണുന്നവർ പകുതി പേരും സബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നത്. സബ് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് നോക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും പിന്നെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് കമൻറ്റിൽ ഞാനത് നോക്കുന്നുണ്ട്. സീസൺ 1 എപ്പിസോഡ് 6. അപ്പോൾ പോകാം നമുക്കതിലോട്ട്. അങ്ങനെ നമ്മുടെ ഹീറോ അമ്പ് വിടുന്നിടത്ത് നിന്നാണ് തുടങ്ങുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോ അമ്പ് വിട്ടു. ആ നേരെ ഡീമൻസിൻ്റെ മേത്ത് തട്ടാതെ മുകളിൽ ആണ് പോയി നിന്നത് അമ്പ്. അങ്ങനെ നമ്മുടെ ഹീറോ ഒന്നും കൂടി ട്രൈ ചെയ്യാണ് അമ്പ് ഇട്ട്. അങ്ങനെ അതും മിസ്സാവാണ്. ഹലോ, നിൻ്റെ അടുത്ത് ഡീമൻസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ അടുത്ത് ഡീമൻസ് ഉണ്ട്. ഈ ഡീമൻസൊക്കെ എവിടുന്ന് വന്നതെന്ന് അറിയില്ല. ഇതിനെ കൊല്ലാനായിട്ട് നോക്കുകയാണ്. ഇത് എങ്ങനത്തെ ഡീമനാണെന്നൊന്നും അറിയണില്ല എന്ന രീതിക്കാണ് പറയുന്നത്. സോ ഈ ഡീമന് ഇതൊരു അത്യാവശ്യം വലിയ ഡീമൻ തന്നെയാണ് എൻ്റെ അടുത്തുള്ളത് എന്ന രീതിക്കാണ് സംസാരിക്കുന്നത്. അങ്ങനെ നമ്മൾ നോക്കണമെങ്കിൽ ഒരു ഡീമന് അതിൻ്റെ തല എടുത്ത് വലിക്കുകയാണ്. അപ്പോൾ തല കാണുന്നില്ല. അപ്പോൾ തല പിടിച്ചിട്ട് പുറത്തേക്ക് വരണം. പുറത്തേക്ക് വന്നിട്ട് കുറേ ഡീമനുണ്ടല്ലോ പുറത്തേക്ക് വന്നപ്പോൾ കുറേ ഈ ഡീമൻസൊക്കെ എന്തിനാ വന്നതെന്ന് അറിയില്ല. എന്നാലും ഞാൻ ഈ ഡീമൻസിനെ കില്ല് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഓടി പോവാണ് അവർ. അങ്ങനെ ഓടി പോകുമ്പോൾ ചോദിക്കുകയാണ് ഞാൻ എൻ്റെ പവർ ഉപയോഗിക്കട്ടെ എന്ന്. അപ്പോൾ പറയാണ് അത് വേണ്ട എന്ന് പറയാണ്. അപ്പോൾ ഇവർ പറയാണ് ആ പവർ ഉപയോഗിച്ച് നോക്ക് എന്ന് പറയാണ്. അങ്ങനെ അവർ പവർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പവർ ഉപയോഗിക്കാനായിട്ട് നിൽക്കുന്നു. ആ ഡീമനെ എന്തോ ഒരു ഇത് ഉപയോഗിച്ചുകൊണ്ട് അവർ രണ്ടാളും ടെലിപ്പോർട്ട് ചെയ്താണ്. അതായത് വേറെ എന്തോ ഒരു സ്ഥലത്തേക്ക് അവരെ ടെലിപ്പോർട്ട് ചെയ്ത് ആ ഡീമന് അവരെ വേണ്ട പോയതെന്ന് അറിയാതെ നിൽക്കുന്നു. ആ ഡീമനാണെങ്കിൽ ഓടിപ്പോകാൻ നോക്കുന്നു. അവൻ്റെ ആമനെ വെച്ചിട്ട് അതിനെ അവിടെ നിർത്തുകയാണ് ചെയ്യുന്നത്. അതായത് ആമൻ്റെ പവർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് താങ്ങാൻ പറ്റില്ല. ഓക്കെ, ഡീമനൊന്നും വെയിറ്റ് താങ്ങാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പവറാണ് ആ ആമക്കുള്ളത്. സോ ആമനെ വെച്ചിട്ട് ഡീമനക്ക് പോകാൻ പറ്റാതെ ആക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പവർ വെച്ചിട്ട് അങ്ങനെ നിർത്തുന്നു. പുറത്ത് കുറേ ഡീമൻസ് ഉണ്ട്. ഞാൻ ഈ ഡീമനെ നോക്കിക്കോളാം, നീ പുറത്തത്തെ ഡീമനെ പോയി നോക്കി എന്ന് പറയാണ്. ഞങ്ങൾ രണ്ടാളും ഇവിടെ നോക്കിക്കോളാം എന്ന് പറയാണ്. അങ്ങനെ നമ്മളെ പുറത്തത്തെ ഡീമനെ നോക്കാനായിട്ട് പോവാൻ നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പറയാണ് ആസിയും ഇവരും നമുക്ക് പുറത്തെടുത്തേ പറ്റൂ. അതിൻ്റെ ഉള്ളിൽ നിന്ന് ടെലിപ്പോർട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഞാൻ പുറത്ത് പോയി ഡീമൻസിനെ നോക്കാം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഡീമൻസിനെ നോക്കാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവന് ഡീമനെ പുറത്ത് പോയിട്ട് കില്ല് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഫുൾ ബ്ലാക്ക് വാർത്ത സംഭവത്തിൽ പെട്ടെടുക്കാണ്. അപ്പോൾ വർക്കാണ് ചെയ്യുന്നത്. അതായത് പണ്ട് എന്തോ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് വർക്കാണ് ചെയ്യുന്നത്. അങ്ങനെ പേടിച്ച് വർക്കാണ് ചെയ്യുന്നത്. നീ ഒറ്റയ്ക്കല്ല എന്ന് പറയാണ്. എന്തിനാ പേടിക്കണേ എന്ന് പറഞ്ഞപ്പോൾ ഞാനില്ല എന്ന് പറഞ്ഞപ്പോൾ പേടിച്ച് നട്ടാണ് ചെയ്യുന്നത്. നിങ്ങളെന്താ ഇവിടെ നിങ്ങളുടെ അണ്ണൻ്റെ ഡീമനല്ലേ എന്ന് പറയാണ്. അതെ, നിൻ്റെ അണ്ണൻ്റെ ഡീമൻ തന്നെയാണ്, ഞാനും ഇവിടെ പെട്ടെടുക്കുകയാണ് എന്ന് പറയാണ്. നീ എന്തിനങ്ങനെ പേടിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാനില്ലേ എന്ന് പറയാണ്. ഞാനുള്ളപ്പോൾ എന്തിനാണ് പേടിക്കുന്നത്, നീ ഒറ്റയ്ക്കില്ല ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറയുകയാണ് ചെയ്യുന്നത്. നിന്നെ എന്തായാലും ഞാൻ പുറത്തിറക്കും എന്ന രീതിക്ക് പറയാണ്. അപ്പോൾ എന്തോ മെല്ലെ വരുന്നു, അത് നിൻ്റെ മേത്തു നിന്നാണ്, എന്തോ പേടിക്കുന്ന അടുത്ത മെല്ലാണ് വരുന്നത് എന്ന രീതിക്ക് പറയാണ്. അപ്പോൾ പറയാണ് ചെറുപ്പത്തിൽ എന്നൊരു അടുത്തൊരു മുറിയിൽ പൂട്ടിയിട്ടിരുന്നു, അതുകൊണ്ട് പേടിയാണ് എന്ന രീതിക്ക് പറയാണ്. നീ ഇപ്പോൾ എൻ്റെ അണ്ണൻ്റെ അടുത്തെല്ലാം എന്ന് പറയാണ്. അതൊക്കെ ശരിയാണ്, അവിടെ ലിസ്റ്റ് ഉണ്ടാവും എന്ന് പറയാണ്. ഞാനിവിടെ ഉണ്ട്, നിന്നോട് കുറച്ച് കാര്യം ചോദിക്കണം.
സോ നീ അന്ന് വില്ലേജിൽ നിന്ന് എന്നെ കണ്ടപ്പോൾ എന്തുകൊണ്ട് എന്നെ അറ്റാക്ക് ചെയ്യാതെ പോയത് എന്ന് പറയണേ. അത് ഒന്നുമില്ല, എൻ്റെ അപ്പ പറഞ്ഞിട്ടുണ്ട് ഈ ലെഫ്റ്റും റൈറ്റ് ഇതാ ഒരു ബ്രേക്ക് ദ ആസയുടെ പവർ, ഫീൽ ദ യോറയുടെ പവർ എന്ന് പറയാണ്. ഈ പവറിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ലെഫ്റ്റും റൈറ്റും നിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. ബ്രേക്ക് എന്ന് പറയുന്ന പവർ, ഷീൽ എന്ന പവറുണ്ട്. ബ്രേക്ക് ഇവളതാണ്, ഷീൽ അവൻ്റെ ആണ്. വരും വീഡിയോകളിൽ അറിയാൻ പറ്റും. അപ്പോൾ അത് ബ്ലാക്ക് ആണെങ്കിൽ ഇത് വൈറ്റ്. അപ്പോൾ വൈറ്റ് സ്ഥലത്ത് നിന്നിട്ടും ഇതെന്താ നിനക്ക് ഭയമില്ല എന്ന് ചോദിക്കുകയാണ്. എനിക്ക് വില്ലേജിൽ വന്ന സംഭവം തൊട്ട് ഇന്ന് വരെ എനിക്കൊരു ഭയമില്ല, ഒക്കെ പുതിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന രീതിക്ക് പറയാണ്. എനിക്കൊരിക്കലും ഭയമില്ല എന്ന് പറയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഞാനപ്പോൾ അമ്പ് വെച്ചപ്പോൾ നല്ലപോലെ കൊണ്ടില്ല, അതുകൊണ്ട് എനിക്കിപ്പോൾ പ്രാക്ടീസ് ചെയ്യണം. നീ ഇതേപോലെ ഒന്ന് കത്തി പിടിച്ചിട്ട് നിൻ്റെ ഒരു സംഭവം പിടിച്ചിട്ട് നീ അവിടെ നിന്നാൽ മതി, ഞാൻ അമ്പ് ചെയ്യാം, കൊള്ളുണ്ടോ നോക്കാം എന്ന് പറയാണ് ചെയ്യുന്നത്. ഓ നീ അവിടെ നിന്ന് വെക്കുക എന്ന് പറയാണ്. അപ്പോൾ അവിടുന്ന് അമ്പ് ചെയ്യാണ്. അങ്ങനെ ആ അമ്പും മേത്ത് കൊള്ളാതെ മോന്തക്കിട്ട് ഡീമൻ്റെ മോന്തക്കിട്ട് കൊള്ളാണ്. നീ എന്താ അവിടെ തന്നെ നിൽക്കണേ, നിനക്കൊന്നും പറയാനില്ല എന്ന് പറയണേ. സോ നീ വെക്കുന്നവരെ ഞാനിങ്ങനെ തന്നെ നിൽക്കും, നീ കറക്റ്റായിട്ട് കൊള്ളിക്കുക എന്ന് പറയാണ്. എന്തുകൊണ്ട് ഇത് കൊള്ളുന്നില്ല, ഇത് എന്താണ് ഇങ്ങനെ? അപ്പോൾ പറയാണ്, അതായത് സ്റ്റീൽ ആൻഡ് ബ്രേക്ക്, അതായത് ആസയുടെ ബ്രേക്കാണ്. എന്തുകൊണ്ട് ആസ ഈ സംഭവം പൊട്ടിക്കാത്ത എന്ന് ചിന്തിക്കുകയാണ്. ഞാനിപ്പോൾ പുറത്തുള്ള സംഭവം കാണിക്കുകയാണ്. ഞാൻ പുറത്ത് നമ്മൾ ആമ അതിനെ പിടിച്ചിട്ട് തിരിഞ്ഞില്ലേ, അങ്ങനെ അതും പൊട്ടിച്ചുകൊണ്ട് നമ്മൾ ആസ വരാണ്. ബാരൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ പവർ യൂസ് ചെയ്തുകൊണ്ട് സംഭവം പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. സോ നിൻ്റെ മാസ്റ്റർ നിന്നെ കൺട്രോൾ ചെയ്തിരുന്ന് ഇതിനെ പൊട്ടിക്കാണ് എന്ന് പറഞ്ഞിട്ട് ആ പൊട്ടിക്കാണ്. കുറച്ച് ബ്ലഡ് ആക്കിയിട്ട് ആസൻ്റെ ബ്ലഡ് തന്നെയാണ് അതിക്ക് ആക്കുന്നത്. ഇങ്ങോട്ട് ആസാണ് ഇനിയിപ്പോൾ ഡീമൻ്റെ ഓണർ ആസാണ്. അങ്ങനെ ആസ വന്ന് ആ ഡീമനെ അറ്റാക്ക് ചെയ്യുന്ന, ഇപ്പോൾ അറ്റാക്ക് ചെയ്യുന്നില്ല, ആസയോട് ഫ്രണ്ട്ലി ആയിട്ട് ആ ഡീമന് നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആസ പറയാണ് എൻ്റെ അണ്ണനും പുറത്ത് വരണമെന്ന്. ഇത് നമ്മൾ അറ്റാക്ക് ചെയ്തിരുന്ന ഡീമനല്ലേ, പെട്ടെന്ന് തന്നെ കില്ല് ചെയ്യാനും അമ്പ് ചെയ്യാനും നിൽക്കണേ. വേണ്ട ഇപ്പോൾ തന്നെ ചെയ്യണ്ട, അത് എൻ്റെ ടീമിനെ ഇപ്പോൾ അയക്കണേ എന്ന് പറയണേ. അതെങ്ങനെ, ഞാൻ എഫ്ലൈൻ ചെയ്ത് തരാം എന്ന് പറയാണ്. ഡീമൻസ് ഇപ്പോൾ നമ്മളെ സൈഡിലാണ്, അതുകൊണ്ട് അതിനെ അറ്റാക്ക് ചെയ്യരുത് എന്ന് പറയാണ്. അല്ല, ഈ ഡീമൻസ്ക്ക് അറിയില്ലേ പഴയ മാസ്റ്റർ എവിടെന്ന്? ഈ ഡീമൻസ്ക്ക് അറിയാൻ പറ്റൂലേ? അപ്പോൾ ആസ നീ ഡീമൻസിനോട് ചോദിച്ചു നോക്ക്, നിൻ്റെ പഴയ ഡീമന് എവിടെയാണെന്ന് കാട്ടിത്തരാൻ പറയുമെന്ന് പറയണേ. അങ്ങനെ ആസ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡീമൻ്റെ അടുത്തേക്ക് പോവാണ്. അതായത് ആ ഡീമൻ്റെ അടുത്ത് പോയിട്ട് ആസ ചോദിക്കുകയാണ് നിൻ്റെ പഴയ മാസ്റ്റർ എവിടെയാണെന്ന് ചോദിക്കുകയാണ് ആ ഡീമനോട്. അങ്ങനെ ആ ഡീമന് പഴയ മാസ്റ്ററിനെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പഴയ മാസ്റ്ററിനെ കണ്ട് മാസ്റ്റർ പെട്ടെന്ന് തന്നെ ഓടാൻ പോകുന്നു. നമ്മളെ ഇയറാണെങ്കിൽ അമ്പ് ചെയ്തിട്ട് ആ മാസ്റ്ററിനെ ഷോൾഡർ, അതായത് കൈയിൻ്റെ ഷോൾഡർ ഭാഗത്തായിട്ട് അമ്പ് കൊള്ളാണ്. അങ്ങനെ ഇവൻക്ക് ഇങ്ങനെ കമ്പ് ചെയ്യാൻ എങ്ങനെ അറിയാം എന്ന രീതിക്ക് ഈ ഡീമന് എനിക്കും അങ്ങനെ ഒരു ഡീമനെ കിട്ടി, നല്ല ഡീമനെ കിട്ടിയിട്ടുണ്ട്, സന്തോഷപ്പെടുകയാണ്. പിന്നെ ഇവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പുറത്തൊക്കെ വില്ലേജിൻ്റെ പുറത്തെന്ന് വെച്ചാൽ വില്ലേജിൻ്റെ പുറത്ത് കണ്ട് പോയിട്ട് അറ്റാക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ 2 ടീമാണ് വന്നു. ആ ടീമിനെ അവൻ്റെ ടീമിനെ വെച്ചിട്ട് പിടിച്ച് കൊല്ലാണ് ചെയ്യുന്നത്. അങ്ങനെ വീണ്ടും അതുപോലെ തന്നെ അവനെ കൊല്ലാനായിട്ട് ടീം വരുന്നു. അവൻ്റെ ടീമിനെ വെച്ചിട്ട് ആ മീനിൻ്റെ പോലത്തെ ടീമിനാണ് അവൻ്റെ ആ ടീമിനെ വെച്ചിട്ട് എല്ലാവരും കൊല്ലാണ് ചെയ്യുന്നത്. അങ്ങനെ ഡിഫൻസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരാളെ കിട്ടാണ്. അങ്ങനെ അയാൾ ഒരു ക്ലൗണിനെ ഉണ്ടാക്കിയിട്ട് അവൻ്റെ ടീമിനെ അങ്ങനെ കില്ല് ചെയ്യാണ്. അപ്പോൾ മെയിനാണ് അവനെ വെടി വെക്കാണ് തോക്കിട്ട്. അപ്പോൾ അവനെ ഒരാളെ കൊന്നിരിക്കുകയാണ്. അതായത് ഒരു ടീമിനെ കൺട്രോൾ ചെയ്യുന്ന ഒരാളെ കൊന്ന്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്, ഇവരൊക്കെ നമുക്ക് ഇങ്ങനെ കില്ല് ചെയ്യണമെന്ന് പറയാണ് അവർ. അങ്ങനെ കുറച്ച് ആൾക്കാരെ കില്ല് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഓടിപ്പോകുന്ന ആൾക്കാരെ അമ്പ് ചെയ്ത് കൊല്ലുന്നുമുണ്ട്, കുറച്ച് ആൾക്കാരെ പിടിക്കണമുണ്ട്. അങ്ങനെ ഇവരൊക്കെ മെയിൻ ആൾ കാണിക്കാണ്.
അങ്ങനെ അവിടെയുള്ള മെയിൻ ആൾ കാണിക്കണം. ഇവനാണ് ഇതിൻ്റെ വലിയ ആൾ. അങ്ങനെ ഇവന് ഇവിടുന്ന് രക്ഷപ്പെടണോ അത് വേണ്ടോ എന്ന് ചിന്തിക്കാണ്. അങ്ങനെ അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ വേറൊരു ആൾ കാണിക്കാണ്. പെട്ടെന്ന് തന്നെ ഇയാൾ നീച്ചിട്ട് രക്ഷപ്പെടാനായിട്ട് നോക്കുകയാണ്. അപ്പം പെട്ടെന്ന് തന്നെ ഇവന് ആ ഗേറ്റിൻ്റെ അടുത്ത് ഒരു കണ്ണാണ്ട് തുറക്കുമെന്ന് പേടിച്ച് ബാക്ക് വീഴുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഡീമൻ്റെ ആൾ വന്നിട്ട് അവനെ എന്തോ ഒരു ബാറ്റ് പോലത്തെ സംഭവമായിട്ട് കൊല്ലാണ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് ആൾക്കാരെ പിടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ആ കുറച്ച് ആൾക്കാർ കാണിക്കാണ്. അങ്ങനെ അവരെ എന്തിനാണ് പിടിച്ചു വെച്ചിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോദ്യം ചെയ്യാനാണ്. അങ്ങനെ അവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അതായത് ഇത്ര ഫൈറ്റ് ചെയ്തിട്ട് ഇത്ര ആൾക്കാരെ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് വരുന്നത് തന്നെ ഓർക്കാൻ തോന്നിയ മാതിരിക്ക്. എനിക്ക് തീരുമാനം പിടിക്കണില്ല എന്ന് പറഞ്ഞിട്ട് അടി ഉണ്ടാക്കാൻ നിൽക്കാം. നമ്മളെ ഹീറോൻ്റെ ടീം പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ് പേടിക്കാണ്. അപ്പോൾ ഓരോടെ പേടിക്കുന്നുണ്ട് 2 കുട്ടി ടീമേഴ്സ്. നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കും, നീ ഉത്തരം പറയും. ഓക്കെ, എന്തിനാണ് ഇങ്ങോട്ട് വന്നേ? യോറും അനയും പോലത്തെ 2 ടീംസുകളുണ്ട്, അവരെ പിടിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഓക്കെ, എന്നാൽ നീ വെയിറ്റ് കുറച്ചെടുത്താങ്ങ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് വെയിറ്റ് കൊടുക്കുകയാണ്. വെയിറ്റ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ലേ, കാരണം കുറേ ടീംസിനൊന്നും താങ്ങാൻ പറ്റാത്ത വെയിറ്റാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇനി പറയും എന്ന് പറയാൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ അതന്നെ, അതായത് ടീംസ് ഉണ്ട്, അവരെ പിടിച്ചു കൊണ്ടുവരണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പൈസയും തന്നേ, അത്രേ ഉള്ളൂ. ശരി, എന്നാൽ ഇവരെ പാരൻസിന് എന്തെങ്കിലും മിസ്സിങ് ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ടുകളുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയൊന്നും ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്കറിയാവുന്ന ഞങ്ങൾ പറഞ്ഞില്ലേ എന്ന് പറയാണ്. സോ വെറുതായല്ലോ ഇത്ര ഇങ്ങോട്ട് വന്ന് ഇവരൊക്കെ പിടിച്ചതൊക്കെ വെറുതായല്ലോ എന്ന് പറയാണ്. നീ തളരരുത് എന്ന് പറയാൻ ചെയ്യുന്നത്. ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചോദിക്കാനുണ്ട്, നിൻ്റെ ഡീമൻ്റെ പേരെന്താണെന്ന് ചോദിക്കണേ. അതിനാരെങ്കിലും പേര് വെക്കോ? ഡീമൻസിനൊന്നും ആരെയും പേര് വെക്കില്ല. അവർ നമ്മൾ പറഞ്ഞിടത്തേക്ക് പോകാനും പറഞ്ഞിടത്തേക്ക് ചെയ്യാനുമുള്ള ഒരു അടിമ മാത്രമാണ് ഡീമൻസ് എന്ന് പറയണേ. അങ്ങനെ പറയുമ്പോൾ അത് ഇഷ്ടപ്പെടാത്ത നമ്മളെ ഫസ്റ്റ് സീനിൽ കണ്ട് വന്നിട്ട് കൊല്ലാനായിട്ട് നോക്കുകയാണ് തല വെച്ചിട്ട്. അപ്പോൾ ആന പറയണേ വേണ്ട നീ പോയിക്കോ എന്ന്. അങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് പോവാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പറയാൻ. അപ്പോൾ ഡീമൻസ് പറയണേ ഡീമൻസിന് ഫീലിങ്സ് ഉണ്ട് എന്ന് പറയാണ്. അപ്പോൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇല്ല എന്ന് പറയാണ്. അങ്ങനെ നമ്മളെ പുതിയ കിട്ടിയ ഡീമൻസ് അടുത്തേക്ക് വന്ന് കൊഞ്ചാണ് ചെയ്യുന്നത്. അങ്ങനെ ഡീമൻസ് നല്ല രീതിക്ക് പറയുന്നു, ഡീമൻസിനോട് ചെറുതാവാൻ പറയാണ്. അങ്ങനെ ഡീമൻസ് ചെറുതായത് നല്ല രസമല്ലേ കാണാൻ എന്ന് പറയാണ്. അങ്ങനെ നമ്മൾ ഹീറോ ചോദിക്കുകയാണ് നിൻ്റെ കണ്ണ് പോകാൻ കാരണം എന്താണെന്ന്, അതായത് മറ്റേ കണ്ണ് പോകാൻ എന്താ കാരണമെന്ന്. അത് ഒന്നുമില്ല, അതിനെ പറ്റിയൊക്കെ പറയണമെന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നീ എന്തായാലും എന്നോട് എന്തെങ്കിലും മറുപടി പറയും, അതെങ്ങനെ പറ്റിയതാ? അത് നമ്മളെ വില്ലേജിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഹീറോ, അതായത് ആ വില്ലേജിലുള്ള ക്ലൗണും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് സംശയത്തോടെ കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് എൻ്റെ ആവാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് എൻ്റെ ആവാണ്. അപ്പോൾ സീസൺ 1 എപ്പിസോഡ് 6ാമത്തെ വീഡിയോ ഇവിടെ എൻ്റെ ആവാണ്. അപ്പോൾ ഇനി നമുക്ക് എപ്പിസോഡ് 7 വരാം. ലൈക്ക് കമൻ്റ് ഇടുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ എക്സ്പ്ലനേഷനിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് ചോദിക്കാവുന്നതാണ്. ഞാൻ നല്ല പറ്റുന്ന എഴുതി കമൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ചില സീൻസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്, ആവശ്യമുള്ളത് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കോമഡി ഉണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ എല്ലാവരും ഇത്ര നേരം കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇനി 7ാമത്തെ എപ്പിസോഡുമായി കാണാം.